ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ രാവിലെ 7 മണിയാണ്. എനിക്കിതാ വന്ന സമയം നല്ലതാണെന്ന് തോന്നുന്നു. ബാക്കിൽ കാണുന്നത് കൊല്ലി ഹിൽസാണ്. ദേ നല്ലൊരു മയിൽ അവിടെ നിൽക്കുന്നത് കണ്ട. ഇത് കാണാൻ എനിക്കും ഭാഗ്യം കിട്ടി, ഈ കാണുന്ന നിങ്ങൾക്കും ഭാഗ്യം കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ കുറേ മയിലുണ്ട്. വഴിയെ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇനിയും കുറേ ചെയ്യും. അപ്പോൾ ഈ വെയിൽ വരാൻ മുമ്പേ ഇത് വരുന്നത്. ഈ രാവിലെ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഉണ്ടാവും. അങ്ങനെ കുറേ മയിൽ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ ഈ നിൽക്കുന്നത് ഇന്ന് ഇപ്പം ഇത് കണ്ടല്ലോ, ആസ്വദിച്ചോളൂ. ബാക്കിയും കൂടെ ഞാൻ വഴിയിൽ നിന്ന് നല്ലൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ദൈവടെ കണ്ട ഈ മയിലിനൊരു പ്രത്യേക കളറ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കി, ഒരു വേറൊരു ഗ്രീനാണ്. നമ്മൾ നോർമലി കാണുന്ന മയിലല്ല കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഒലിവ് ഗ്രീനാണ് അതിൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ കാണുന്നത്. ഒരു ബ്രൗണും ഒലിവ് ഗ്രീനും. ഇപ്പോൾ ഇത് വല്ല വ്യത്യാസമുണ്ടോ, പെൺമയിലും ആൺമയിലും തമ്മിലുള്ള വ്യത്യാസമാണോ? അത് ആദ്യം കാണിച്ചതിൻ്റെ ആ ബാക്കിൽ ആ മയിൽപ്പീലി കുറച്ച് നീളത്തിൽ. ഇതേ അതിൻ്റെ ഇപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ട്. ഇതേ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതേ കണ്ട, ഞാനൊന്നും കാണുന്നില്ല. അയ്യോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. എന്തൊരു സന്തോഷം അവിടെ നിന്നറിയോ എനിക്ക്. നമുക്ക് എന്താ ഇതൊക്കെയല്ലേ ജീവിതം. എന്ത് രസമായിട്ടിരിക്കുന്നു. ഇപ്പോൾ 1 അതൊന്ന് 2, അയ്യോ ഇത് നേരത്തെ കണ്ടതൊന്ന് 3, 3 എണ്ണം ഇത് എവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ശരി, ഇനി നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അത് അവരെയും കൂടെ കണ്ടോളൂ കേട്ടോ. അതിനിടയ്ക്ക് ഒരു അണ്ണാനും വരുന്നുണ്ട്. ദേ കുറേ മയിൽ വീണ്ടും വരുന്നുണ്ട്. എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല മയിൽ. ദേ കണ്ട, പെൺമയിലിൻ്റെ കളറാണെന്ന് തോന്നുന്നു കേട്ടോ. ആൺമയിൽ ഇവിടെ തന്നെ ഡീസൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി ബിസിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനെ പെൺമയിൽ കേട്ടാ. ശരി, നിങ്ങളും ഇത് കണ്ടോളൂ, ഞാൻ ബാക്കി പറയാം. ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പറമ്പാണ്. ഇവരായിട്ടൊക്കെ നമ്മൾ ഒരു കുടുംബം പോലെയാണ് എൻ്റെ ഫാദറിൻ്റെ കാലം മുതലുള്ളത്. അത് കാരണം ഇവരൊക്കെ ഈ വീട്ടിലെ പിള്ളേരൊക്കെ എന്നാണ് വിളിക്കുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എന്നെ അവരെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് വെച്ചാൽ അവർ എൻ്റെ ഫാദറിനെ അവരൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ കാണുന്ന വീട് തറവാടിനോടുകൂടി ചേർന്ന് പണിതിരിക്കുന്നതാണ്. ഒരു പെൺകുട്ടി IT ജോലി ചെയ്യുക ബാംഗ്ലൂരിൽ. അവരുടെ വീട്ടിൽ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അതിലെ മൂത്ത കുട്ടി ഇവിടെ നാട്ടിൽ തന്നെ വീട് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പണിത്. അവരെല്ലാവരും വഴക്ക് പറഞ്ഞ്, എന്തിനാ ഇത്ര കാശ് മുടക്കി നാട്ടും പുറത്ത് പണിയുന്ന, ബാംഗ്ലൂരിലല്ലേ താമസിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ആ കുട്ടി പറ്റത്തില്ല, എനിക്ക് സ്ട്രെസ്സ് മാറണമെങ്കിൽ ഇവിടെ വരുമ്പോഴാണ് ആ ജീവിതം നന്നായിട്ടിരിക്കുക. നമ്മളെ കേരളത്തിലുള്ളവർക്ക് ഇത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും നമ്മളവിടെ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടങ്ങളിൽ ഇത്രയും ഗാർഡനും മെയിൻറ്റെയിൻ ചെയ്ത് ബാംഗ്ലൂരിൽ താമസിച്ചിട്ട് ഇരിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പണിക്കാരും നല്ല സിൻസിയറായിട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ടേ വരും. അതിൻ്റെ പേര് ജോക്ക് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഫുൾ നെയിം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത് ഈ വീടിൻ്റെ ഇത് കണ്ടോളണേ. ഞാൻ ബാക്കി അടുത്ത് പോയിട്ട് മുൻവശത്ത് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ എല്ലാം നോക്കി സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഒരാളാണ്. ഞങ്ങളിവരെ ജോക്ക് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പേരെന്നമ്മ ഉങ്ങളോടത്? സെന്തമിഴ് സെൽവി എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാം തമിഴാണല്ലോ ഇവിടുത്തെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് പേരും സെന്തമിഴ് സെൽവി. നല്ല നീറ്റായിട്ടുള്ളത് പ്യൂറായിട്ടുള്ള തമിഴാണ്. സെന്തമിഴ് വെച്ചാൽ ഒട്ടും വേറെ കലർക്കാത്തത്. അവരിപ്പം വരുഷം എന്നൊക്കെ പറയുന്നതിന് വരെ വരുടം എന്നൊക്കെ പറയും. ആ ഷാ പോലും കൊണ്ടുവരില്ല. അതാണ് അവർ സെന്തമിഴ് എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇത് സെന്തമിഴ് സെൽവിയാണ്. സിൻസിയറായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാം. ഞാൻ ബാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഈ കുട്ടിയുടെ ഈ വീടിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു വഴി കൂടെ ഈ വീട് പണിക്കുന്ന ബാക്കിൽ തറവാടും. നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. എന്താ കണ്ടില്ലേ, വലിയ വണ്ടി കാർ കയറ്റിയിടാനും എല്ലാ സൗകര്യമൊക്കെ ഇത് ഇപ്പുറത്ത് കാർ ഷെഡും എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, വലിയ ഊഞ്ഞാലൊക്കെ ഇട്ട്. നമ്മൾ കേരളക്കാർക്ക് ഇത് പുതുമയല്ല, പക്ഷേ ഇവിടെ ഒരു വലിയ സംഭവമാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ സ്വന്തം തറവാട്ടിൽ ഇങ്ങനെ ഒരു വീട് പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത്, ആ കുട്ടിയായിട്ട് ഞങ്ങൾ സംസാരിച്ച് ഇവിടെ പണിയുമ്പോൾ വന്നപ്പം
അതിനൊരു ഇൻസ്പിറേഷൻ ഞങ്ങളും കൂടെ അന്ന് പറഞ്ഞു. ടൗണിലുണ്ടെങ്കിലും നാട്ടിൻപുറത്ത് വന്നിട്ടൊരു വീടൊക്കെ പണിത്. അപ്പോൾ ഞങ്ങളെ എക്സാമ്പിൾ പറഞ്ഞ് വീട്ടിൽ ആർഗ്യൂ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം. വളരെ നല്ലൊരു ഗാർഡനിലാണ് നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ബാക്കിയും കൂടെ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കിത് വളരെ നല്ല ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെയാണ് കാണിക്കുന്നത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഇവിടെ കൃഷി ചെയ്യുന്നതിൽ ഇതിങ്ങനെ തുഴഞ്ഞെടുക്കാനായിട്ട് ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു മെഷീൻ്റെ ഒരു പാർട്ടാണ്. അതാ ചേട്ടൻ കൊണ്ടുവന്ന് കളയണ്ടല്ലോ, പഴയ വിലയ്ക്ക് ഇടുന്നതിന് ഇങ്ങനെ ചെയ്യാം, ആ ചെടി നന്നായിട്ട് വരുമെന്ന് വെച്ചിട്ട് ഇതാ അവിടെയും ഇവിടെയും അതേപോലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ തന്നതാണ് ഞാൻ. നമ്മൾ കിണറ്റിൽ റിങ് ഇറക്കുന്നത് പോലെയാണ്. എന്നിട്ട് ഇതേ ചെടി എങ്ങനെ വന്നിരിക്കണമെന്ന് നോക്കി, നല്ല ഭംഗിയില്ലേ? നമുക്ക് എല്ലാം നമ്മളുടെയും കൂടെ ഒരു ആസ്വാദനയാണ് നമ്മളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം. നല്ല തെങ്ങും വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം ആ കുട്ടി നോക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം. ഞാൻ കേരളത്തിൽ കാണുന്ന ഫ്രണ്ട്സ്, ഇവിടുത്തെ മരങ്ങളൊക്കെ തന്നെ താഴെ നിന്നും പടർന്നാണ് വരുന്നത്. പൊക്കത്തിലേക്ക് പോണത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഹൈബ്രിഡും ഉണ്ടാവാം. പക്ഷേ എന്നാലും ഞാൻ ഇവിടെ പൊതുവെയുള്ള എല്ലാം മുരിങ്ങയും എല്ലാം അങ്ങനെയാണ് കാണുന്നത്. വേപ്പും എല്ലാം അധികം ഹൈറ്റ് വയ്ക്കില്ല. നോക്കിയേ പൂത്തിരിക്കണം, നോക്കിയേ നല്ല ഭംഗിയല്ലേ? വീണ്ടും പറയണോ, ഞങ്ങൾ ഈ സിറ്റിയിൽ വളർന്ന് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. നിങ്ങൾ നാട്ടിൻപുറങ്ങളിലുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം ഒരു സാധാരണ കാഴ്ചയായിരിക്കും. ഞങ്ങൾക്ക് ഇതൊക്കെ വലിയൊരു അസറ്റാണ്. ഇത് ഈ നാരങ്ങ, ഇവിടെ നാർത്തങ്ങ എന്നാണ് പറയണത്. ഈ ഓറഞ്ചിൻ്റെ സൈസിൽ വരില്ലേ, ആ നാരങ്ങ ആണ് ഇത്. നാർത്തങ്ങ എന്ന് പറയും, നാരകം എന്ന് പറയും, ഇങ്ങനെ പല പേരുള്ളത്. കണ്ടാൽ മനസ്സിലായി. കായ് ഇതിൽ വന്നിട്ടില്ല, വേറെ ചില സ്ഥലത്ത് കായ് കണ്ടായിരുന്നു. ഞാൻ അത് കാണിക്കാം പിന്നീട്. പേരയ്ക്കയും അതേപോലെ കുറേ കിടക്കുന്നുണ്ട്. നല്ല ചെറിയതിൽ തന്നെ കായ ശരിക്കലും കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം വഴിയെ. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാം. വീട്ടിലെ തോട്ടമാണ്. ഇത് സപ്പോട്ട നന്നായിട്ട് വരുന്നുണ്ട്. അധികം താമസിക്കാതെ കായ്കളൊക്കെ ഒരുപാടാവും. ഇപ്പോൾ ഇതാ ചെറിയതായിട്ട് കായ് വിട്ട് വരുന്നുണ്ട്. കണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ കാണാം. ഞാൻ ഇങ്ങോട്ടൊന്നും അധികം കയറാറില്ല. ആ ചേച്ചിയായിട്ട് ഇന്നലെ എൻ്റെ അടുത്തേക്കില്ല, ഞാൻ മയിലുണ്ടോ എന്ന് ചോദിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ കാരണം പുലർച്ചയെ വന്നു. ഇന്നലെ ഇത്തിരി ഇരുട്ടിപ്പോയപ്പം കളർ ഇത്തിരി കുറഞ്ഞതുപോലെ ഡിമ്മായി തുടങ്ങിയിരുന്നു. അതാണ് നിങ്ങൾക്ക് ഞാനിത് ഇപ്പോൾ കാണിക്കുന്നതാണ്. പപ്പായ നമ്മളുടെ കേരളത്താണ് കറി വെച്ച് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ പഴുത്തത് മാത്രമേ കഴിക്കുള്ളൂ. നമുക്ക് പപ്പായ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഇവിടങ്ങളിൽ അത് ഇത്തിരി കുറവാണ്, പഴുപ്പിച്ച് കഴിക്കുന്നുണ്ട്. ഓറഞ്ചാണ്, കായൊന്നും അധികം ഇല്ല ഓറഞ്ച്. ഇതിപ്പം ഓറഞ്ച് ആവുന്നതേ ഉള്ളൂ. ഇത് ഫ്രണ്ട്സ്, ഒരു സ്ഥലത്തിനെയും വെറുതെ വിടാറില്ല. അതായത് ചുമന്നുള്ളിയാണ്, അവർക്ക് വേണ്ടതെല്ലാം ഇതിൽ നിന്ന് കിട്ടും. രാവിലെ വന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് സിൻസിയറായിട്ട്. നമുക്കതൊക്കെ കാണാൻ. പശുവുണ്ട് അവിടെ, ട്രാക്ടറുണ്ട്, എല്ലാം കാണാമല്ലോ. ഞാൻ ബാക്കിയുള്ള ഗാർഡനും കൂടെ കാണിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ബായ്. ഇത് വേറൊരു തരം വലിയ പേരയ്ക്കയാണ് കേട്ടോ. ഈ വലിയ പേരയ്ക്ക കുരങ്ങന്മാർ വിടുന്നേ ഇല്ല. നന്നായിട്ട് അതിനിട്ട് പണിയുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് അപ്പുറത്ത് നമ്മളുടെ വീട്ടിൽ പോയിട്ട് അത് അത്രയും കടിച്ചിട്ടിട്ട് പോണതാണ്. നല്ല പേരയ്ക്ക. ഇത് ഇവിടെ ചൊരക്കയുടെ ഒരു ഇതിങ്ങനെ പടർത്തി വിട്ടിരിക്കുക. അതാണ് കാണുന്നത്. ഞാൻ നോക്കിയപ്പം ഒരു 12 എണ്ണം കഴിഞ്ഞ ദിവസം പറിച്ച് ചന്തയിൽ കൊണ്ടിട്ട് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പം വിത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം വിട്ടിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ടിരിക്കുന്നുണ്ടോ? അതാണ് നമ്മളിപ്പോൾ കണ്ട് ആസ്വദിക്കുന്നത്. വിത്തിന് വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. പിന്നെ കുരങ്ങന്മാർ ഇവിടെ നല്ല ചട്ടമ്പിത്തന്നെ കാണിക്കാറുണ്ടെന്നാണ് പറയണേ. അതിൻ്റെ ഇതിൽ ഇതേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചുണ്ടായിരുന്നു, അത് ഇതാ പോയി എന്നാണ് പറയണത്. കുരങ്ങനത് എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതേ ഇവിടെ വേണ്ട, കുരങ്ങൻ അതിനെ വകവരുത്തും. വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളൊന്നും പറയണ്ടല്ലോ. ഈ മുരിങ്ങ നന്നായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ. എനിക്കൊരിക്കൽ പണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് മേളിലായതുകൊണ്ട് കുറേ വിട്ടിട്ടുണ്ട്. അതിപ്പോൾ വിത്ത് വേണമെങ്കിൽ ഇടായിരിക്കും. എന്തായാലും വെറുതെ ഇട്ടിരിക്കുക. എനിക്കൊരിക്കൽ ഒരുപാട് തന്നു വെച്ചാൽ ഒത്തിരി കാച്ചപ്പോൾ അവർ പശുവിന് പൊട്ടിച്ച് ഇടുക എന്നാണ് പറഞ്ഞത്. ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ എനിക്കൊരു 50 എണ്ണം തന്നു.
ഞാനൊന്നും വേസ്റ്റ് ആക്കാറില്ല കേട്ടോ. ഇങ്ങനെ കിട്ടുന്നത് എല്ലാം കൊണ്ടുപോയി അവിടെ കുറേ ഫ്രണ്ട്സിനും കൊടുക്കും. ഞാൻ സൂക്ഷിച്ച്, അത് എങ്ങനെ സൂക്ഷിക്കണോ അങ്ങനെ സൂക്ഷിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറേ നാളത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് അവരുടെ വീട്. പണ്ട് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ പിന്നെ കാലങ്ങൾ കഴിഞ്ഞിട്ട് കൈമാറിയതാണ്. ഇത് അനിയൻ്റെ റൈറ്റ് സൈഡും ചേട്ടൻ്റെ ലെഫ്റ്റ് സൈഡും ഒരേ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ വീട് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവരുടെ മകൾ ബാംഗ്ലൂരിലാണ്, മകൻ ഇവിടെ കൃഷി നോക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. എന്നാലും ഭാര്യയും കുട്ടികളൊക്കെ ഇവിടെ അടുത്തൊരു ടൗണിൽ താമസിച്ചിട്ട് വീക്കെൻഡ് ആകുമ്പോൾ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് മോണിറ്റർ ചെയ്യുകയും ചെയ്യാമല്ലോ ഇങ്ങനെ ഉണക്കുന്നത്. അപ്പുറത്ത് കാണുന്നതിലാണ് അമ്മ താമസിച്ചിരുന്നത്. അവിടെയും ഞാൻ വരുന്നുണ്ട്. ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ഭംഗിയായിട്ടില്ലേ, എന്ത് രസമായിട്ടിരിക്കുന്നുണ്ട്, വിശാലമായിട്ടിരിക്കുന്നുണ്ട്. അമ്മ താമസിച്ചിരുന്ന സ്ഥലത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ പോണത്. പണ്ട് ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഒരു ചെറിയ നടുമുറ്റം. ഇപ്പോൾ ഇത് വെറുതെ ഒരു സാധനങ്ങൾ സൂക്ഷിക്കാനും ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. അതായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന അടുക്കള. ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും പുറകുവശത്തൊക്കെ ഞാൻ പണ്ടിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എവിടെ കാണാൻ കിട്ടിയാലും എപ്പോഴും സന്തോഷമുള്ള കാര്യമല്ലേ. താപ്പൂപ്പൻ്റെ ഫോട്ടോയാണിത്. ഈ അമ്മൂമ്മയുടെ വീടിൻ്റെ പുറകുവശം വാട്ടർ ടാങ്കാണെന്ന് തോന്നുന്നു. അത് ബാത്റൂമാണ്. ഞാൻ ആ വീടിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് പോവുക. സ്റ്റെയർ കേസ് കണ്ട കരിങ്കല്ല് കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. മേളിൽ മുറികളുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനിവിടെ ഒന്നും അധികമൊന്നുമില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഞങ്ങളെ വീടിൻ്റെ സൈഡിലായിട്ടാണ് ഈ വീട് വരുന്നത്. എന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ട് കാണിക്കുവാണ്. ഇത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, മുറിയല്ല, ഈ നെല്ലിടാനായിട്ട് ഇവിടെ ഇങ്ങനെ മുകൾ ഭാഗത്ത് എല്ലാവരും ഒന്ന് പണിയും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, സേറ് എന്നാ പറയണത്, നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം. നമ്മളുടെ ഏതാണ്ട് നിലവറ എന്നുള്ള രീതിയിലാണ് പറയേണ്ടത് കേട്ടോ. അങ്ങനത്തെ 4 നെല്ല് സംഭരണികളാണ് ഇതൊക്കെ. നല്ല രസമല്ലേ പണ്ടത്തെ ടെക്നിക്കുകൾ. ചിലർ ഇതിൻ്റെ മേളിലൊരു ഹോളൊക്കെ ഇടാറുണ്ട് കേട്ടോ. ആ ഹോളിൽ കൂടെ ഇടും. എന്നിട്ട് വീട്ടിൻ്റെ അകത്ത് വരാതെ അവിടെ നിന്ന് തന്നെ അങ്ങനെ ചാക്കുകൾ പൊക്കി ഇടാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബൈ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും വാച്ച് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എത്തിക്കേണ്ടതാണ് എനിക്കും. അത് കാരണം ഇത് നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകണം. അത് കാരണം നിങ്ങളിത് എൻജോയ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.